കോൺട്രാക്ട് ഹസ്ബൻഡ്. രചന സുറുമ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. അച്ഛൻ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭ്രാന്ത് പിടിക്കാം. അവൾ 6 മാസത്തേക്ക് വേറൊരുത്തരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനോ? എന്നിട്ട് വേറൊരുത്തന്റെ വിഴുപ്പ് ഞാൻ ചുമക്കണോ? ആദി ദേഷ്യത്തിൽ മുഷ്ടിയുരുട്ടി. ആദി വിധി എന്നൊന്നുണ്ട്, അതാർക്കും മാറ്റാൻ കഴിയില്ല. ജ്യോത്സ്യം പറഞ്ഞ് നീയും കേട്ടില്ലേ? ജാതകപ്രകാരം അവളുടെ ആദ്യ ഭർത്താവ് 6 മാസത്തിനുള്ളിൽ മരിക്കും. അവൾക്ക് 2ാം വിവാഹം മാത്രമേ വാഴുകയുള്ളൂ. നീ അവളെ കല്യാണം കഴിച്ച 6 മാസത്തിനുള്ളിൽ നിന്റെ ശവമാണ് ഞാൻ കാണേണ്ടി വരിക. അത് സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്ന് വെച്ച് വേറൊരുത്തന്റെ കൂടെ 6 മാസം കഴിഞ്ഞിട്ട് അവളെ ഞാൻ ചുമക്കണോ? ആദിയുടെ ശബ്ദത്തിൽ അലർച്ച കലർന്നിരുന്നു. എന്നാൽ രഘുവരൻ ഒട്ടും പതരാതെ കസേരയിൽ ചാരിയിരുന്ന് ഒരു സിഗരറ്റ് കത്തിച്ചു. നീ എത്ര പെണ്ണുകളുടെ കൂടെ നടന്നിട്ടുള്ള ആദി? പിന്നെ അവര് തമ്മിൽ വേറെ ബന്ധങ്ങളൊന്നും പാടില്ലെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാനേജർ വഴി കണ്ടുപിടിച്ച ചെക്കനാ ശിവദേവ്. അവന് കാശിന് എന്തെങ്കിലും അത്യാവശ്യം കാണും. പിന്നെ ജാതകത്തിലൊന്നും വിശ്വാസമില്ല. ജാതകദോഷം തീർക്കാനാണെന്നാ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മരിക്കുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. കോടിക്കണക്കിന് വരുന്ന അവളുടെ സ്വത്തുക്കൾ നമുക്ക് തട്ടിയെടുക്കണം. അവൾക്ക് പുറത്ത് ആരുമായിട്ടും ബന്ധം വരാതിരിക്കാൻ എത്ര കഷ്ടപ്പെട്ടാ ഞാൻ അവളെ വളർത്തിയെന്ന് എനിക്കറിയോ. ചെറുപ്പം മുതൽ അവളെ പ്രേമിക്കാൻ സമ്മതിക്കാതെ ഗേൾസ് സ്കൂളും വിമൻസ് കോളേജിൽ അയച്ച് പഠിപ്പിച്ച വെറുതെ അല്ല. അവൻ 6 മാസത്തിനുള്ളിൽ മരിക്കുമ്പോൾ അവളെ നിന്നെ കൊണ്ട് ഞാൻ വിവാഹം കഴിപ്പിക്കും. പിന്നെ ആ സ്വത്തും അവളും നിനക്ക് സ്വന്തം. അച്ഛാ, ഇതൊക്കെ ഹരിണി അറിഞ്ഞാൽ തീർന്നു. അവൾക്ക് സംശയം തോന്നാൻ നോക്കണം. അവളുടെ മുന്നിൽ ഇത് ശരിക്കുള്ളൊരു കല്യാണമായിരിക്കണം. ഈ ജാതകദോഷവും കോൺട്രാക്റ്റും ഒക്കെ അവൾ അറിഞ്ഞാ ഇതിന് സമ്മതിക്കില്ല. ഈ ജാതകദോഷം ഇടയിൽ വന്നോണ്ടാ. ഇല്ലെങ്കിൽ ബലം പ്രയോഗിച്ചാലും ഞാൻ തന്നെ അവളെ കല്യാണം കഴിച്ചേനെ. പിന്നെ ഈ ജാതകത്തിൽ പറയുന്ന പോലെ 6 മാസം കഴിയുമ്പോൾ അവൻ തട്ടിപ്പോകുമെന്നെന്താ ഉറപ്പ്? അവൻ മരിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആദിയുടെ സംശയങ്ങൾ കേട്ട് രഘുവരൻ ക്രൂരമായൊരു ചിരിച്ചു. അവൻ മരിച്ചില്ലെങ്കിൽ അങ്ങ് കൊന്നു കളഞ്ഞാ പോരേടാ. നീ അതോർത്ത് വിഷമിക്കണ്ട. അവൻ മരിച്ചു കഴിഞ്ഞാ നീ അവളുടെ കൂടെ നിൽക്കണം. അത് മുതലെടുത്ത് കാര്യങ്ങൾ നീക്കിയ സ്വത്തുക്കളെല്ലാം നമ്മുടെ കയ്യിൽ വരും. അപ്പൊ എല്ലാം എളുപ്പമായില്ലേ? ആദിക്ക് സമ്മതിക്കല്ലാതെ വേറെ വഴിയുണ്ടായിരുന്നില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വിവാഹം നടന്നു. അമ്പലത്തിലെ ലളിതമായ ചടങ്ങുകൾക്ക് ശേഷം ഹരിണിയെയും കൊണ്ട് ശിവദേവ് വീട്ടിലെത്തി. മുറിയിലേക്ക് പോകാനൊരുങ്ങിയ ശിവന്റെ മുന്നിലേക്ക് അപ്രതീക്ഷിതമായി രഘുവരൻ കടന്നു വന്നു. ആദിയും അച്ഛന്റെ തൊട്ടു പിന്നിലെ ക്രൂരമായ ചിരിയോടെ നിന്നു. ആദ്യം അവന്റെ തോളിൽ ബലമായി പിടിച്ചു. ഓർമ്മ വേണം, ഇതൊരു കോൺട്രാക്ട് കല്യാണം. നീ അവളുടെ ശരീരത്തിൽ തൊടാൻ പോലും പാടില്ല. അങ്ങനെ എന്തെങ്കിലും വിഡിത്ത് നീ കാണിച്ചാ എന്റെ സ്വഭാവം മാറും. പിന്നെ നീ കാണുന്നത് എന്റെ വേറൊരു മുഖമായിരിക്കും. അവന്റെ വാക്കുകൾ കേട്ടപ്പോൾ ശിവ മുഷ്ടിയുരുട്ടി പിടിച്ച് പല്ലുകൾ കടിച്ച് ദേഷ്യം കടിച്ചമർത്തി നിന്നു. രഘുവരൻ പറഞ്ഞു, പിന്നെ നീ ഈ വീട്ടിൽ തന്നെ താമസിക്കണം. ഹരിണിയെയും കൊണ്ട് നിന്റെ വീട്ടിലേക്ക് പോകാൻ നോക്കണ്ട. അവിടെ പോയാൽ നീ എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് ആർക്കറിയാം. ഇവിടെ ആവുമ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു കണ്ണുണ്ടാവുമല്ലോ. നീ അനാഥനായതുകൊണ്ട് ഇവിടെ നിൽക്കാൻ സമ്മതിച്ചു എന്ന് ഹരിണിയോട് ഞങ്ങൾ പറഞ്ഞ്. അതുകൊണ്ട് ഈ 6 മാസം അവൾക്ക് സംശയം തോന്നാത്ത രീതിയിൽ അകന്നു കഴിയണം. ശിവ അവരെ നോക്കിയാൽ ചിരിച്ചു. മസിലും പിടിച്ചു കിടന്നാലേ അപ്പൊ തന്നെ അവൾക്ക് മനസ്സിലാവും ഇതൊരു കള്ളക്കളിയാണെന്ന്. മുറിക്കകത്തായാലും പുറത്തായാലും എനിക്ക് അവളോട് സ്നേഹത്തോടെ സംസാരിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ അതിന്റെ പ്രശ്നം അനുഭവിക്കുന്നത് നിങ്ങളായിരിക്കും. ഇതൊക്കെ വെറും നാടകമാണെന്ന് ആ പെണ്ണറിഞ്ഞാൽ നിങ്ങൾക്കല്ലേ പ്രശ്നം. അതുകൊണ്ട് ഒരു കാര്യം ഓർത്തു വെച്ചോ, ഞാൻ അവളെ സ്നേഹിക്കുന്ന കണ്ടിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ ആരും എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത്. ശിവ മറുപടി കാത്തിൽക്കാതെ മുറിയിലേക്ക് കയറി. ആദ്യം അച്ഛനും ദേഷ്യത്തോടെ അവിടെ നിന്നും പോയി. മുറിയിലിരുന്ന ഹരിണി ശിവയെ കണ്ടതും ഭയവും നാണം കൊണ്ട് വല്ലാതെ വിറക്കുന്നുണ്ടായിരുന്നു. കട്ടിലിന്റെ അറ്റത്തേക്ക് ഒതുങ്ങിയിരുന്ന അവളുടെ നോട്ടം താഴേക്ക് പതിഞ്ഞു. അവളുടെ വിറയിൽ ശ്രദ്ധയിൽപ്പെട്ട ശിവ ചെറുതായി ചിരിച്ച് അവൾക്കരിയിലേക്ക് നടന്നെടുത്ത് അവൻ ശാന്തമായി പറഞ്ഞു, എന്തിനാ ഇങ്ങനെ വിറക്കുന്നത്? ഞാൻ നിന്നെ കടിച്ചെന്നൊന്നും പോകുന്നില്ല. ശിവയുടെ ആ വാക്കിൽ കേട്ടതും ഹരിണിയൊന്ന് ഞെട്ടി. ഒരുവിധം ധൈര്യം സംഭരിച്ച് വിറക്കുന്ന സ്വരത്തോടെ അവൾ പറഞ്ഞു, അല്ല, ഞാൻ ആദ്യമായിട്ട് ഒരാണിന്റെ കൂടെ ഒരു മുറിയില്, അതാ. അവളുടെ ആ നിഷ്കളങ്കമായ മറുപടി കേട്ടതും ശിവയെന്ന് ചിരിച്ചുപോയി. ഓ പിന്നെ, ഞാൻ ഡെയിലി ഓരോ പെണ്ണുങ്ങളുടെ ഓരോ മുറി കഴിഞ്ഞിട്ടല്ലേ വരുന്നത്. താൻ പറഞ്ഞ തെറ്റായിപ്പോയെന്ന് തോന്നിയ ഹരിണി വേഗം തിരുത്തി. അതല്ല ഞാൻ ഉദ്ദേശിച്ച്. ഞാൻ കുഞ്ഞുനാൾ മുതൽ ഗേൾസ് സ്കൂളിലും വിമൻസ് കോളേജിലൊക്കെയാണ് പഠിച്ചത്. ഞാനിതൊരു ആണുങ്ങളോട് സംസാരിച്ചിട്ടില്ല. അമ്മാവനെന്നെ അതിനൊന്നും സമ്മതിക്കില്ലായിരുന്നു. അവൾ തന്നെ കാണുമ്പോഴേക്കും വല്ലാതെ ഭയപ്പെട്ടിട്ടുണ്ടെന്ന് ശിവയ്ക്ക് മനസ്സിലായി. ആളുടെ മുഖത്ത് വിറയൽ കണ്ട് ശിവയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതെന്താടി പെണ്ണെ, നിനക്ക് തുള്ളൽ പനി പിടിച്ചാണ്? ഒന്ന് സമാധാനിക്കണോ? ഹരിയുടെ മുഖത്ത് പേടി അല്പം കുറഞ്ഞു. ആളൊന്ന് ശ്വാസം വിട്ടു. ശിവ തുടർന്നു, നമുക്ക് ആദ്യം നല്ല ഫ്രണ്ട്സ് ആവാം, അത് കഴിഞ്ഞിട്ട് മതി ഫസ്റ്റ് നൈറ്റ്. അത് കേട്ടപ്പോൾ ഹരിണിക്ക് വലിയൊരു സമാധാനമാണ് തോന്നിയത്. അവൾ ആശ്വാസത്തോടെ പറഞ്ഞു, ഞാൻ ശരിക്കും പേടിച്ചിരിക്കായിരുന്നു. സത്യം പറഞ്ഞാൽ കല്യാണത്തിന് മുമ്പ് നമുക്കൊന്നും സംസാരിക്കാൻ പോലും പറ്റിയിട്ടില്ലല്ലോ.
ആകെ കൂടി ഒരൊറ്റ തവണയല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് വല്ലാത്ത അസ്വസ്ഥതയുണ്ടായിരുന്നു. ശിവ കസേരയിൽ ചാരിയിരുന്ന് അവളിലേക്ക് നോക്കി. അവളുടെ വാക്കിൽ തങ്ങിയുന്ന നിഷ്കളങ്കത അവന് വല്ലാതെ ആകർഷിച്ചു. ശിവ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, സംസാരിക്കാൻ ഇനി ഈ ജന്മം മുഴുവൻ ബാക്കിയുണ്ടല്ലോ. ഹരിണി അല്പം കൂടി ധൈര്യം സംഭരിച്ച് അവർ നോക്കി ചോദിച്ചു, പിന്നെ ഞാൻ നിങ്ങളെ എന്താ വിളിക്കേണ്ടത്? ശിവ എന്ന് ചിരിച്ചു. എന്റെ പേര് ശിവദേവൻ എന്നല്ലേ? ശിവ എന്നോ ദേവെന്നോ എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും വിളിച്ചോ? ഹരിണി എന്ന് ചിന്തിച്ചു. എന്നാ ഞാൻ ശിവേട്ടാന്ന് വിളിക്കാം. ആ ഓക്കെ, അങ്ങനെ വിളിച്ചോ. ഞാനെന്നോ തന്നെ വിളിക്കേണ്ടത്? എല്ലാവരും ഹരിണിന്നാ വിളിക്കുക. അതെല്ലാവരും വിളിക്കുന്ന പേരല്ലേ? എനിക്കത് വേണ്ട, ഞാൻ മാത്രം വിളിക്കുന്ന പേര് വേണം. ഹരിണി കുറെ നേരം ആലോചിച്ചു. എന്നാ അമ്മൂന്ന് വിളിച്ചോ. അച്ഛനും അമ്മയും ഉള്ളപ്പോൾ വിളിച്ചിരുന്ന പേരാ. അവര് മരിച്ചതിന് ശേഷം എന്നെ ആരും അങ്ങനെ വിളിച്ചിട്ടില്ല. അമ്മു, ആ പേര് മതി. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നിന്നെക്കുറിച്ച് കൂടുതൽ പറ, ഞാൻ കേൾക്കട്ടെ. ഞാൻ അമ്മാവിൻ്റെ കൂടെയാണ് വളർന്ന്. ആദ്യമായിട്ട് എൻ്റെ വിവാഹം നടത്തുന്നായിരുന്നു അമ്മാവനെ ആഗ്രഹിച്ചത്. എനിക്ക് ആദ്യം അവനെ തീരെ ഇഷ്ടമില്ലായിരുന്നു. ആദ്യമൊക്കെ കുറേ പെൺകുട്ടികളായിട്ട് ബന്ധമുള്ളതാ. അമ്മാവൻ നിർബന്ധിച്ചപ്പോൾ ഞാൻ കുറേ കരഞ്ഞു. പക്ഷെ എനിക്ക് അവരെ എതിർക്കാൻ പേടിയായിരുന്നു. ആൾ അല്പനേരം നിർത്തി. പിന്നെ സംശയത്തോടെ ശിവനെ നോക്കി പറഞ്ഞു, പക്ഷെ എന്താണെന്നറിയില്ല, പെട്ടെന്നൊരു ദിവസം അമ്മാവൻ പറഞ്ഞു, ആദ്യം ഇഷ്ടമില്ലെങ്കിൽ സാരമില്ല, വേറൊരു ആലോചന വന്നിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ ഉടനെ പറഞ്ഞു എനിക്ക് സമ്മതമാണെന്ന്. ആദ്യം കല്യാണം കഴിക്കുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. അമ്മാവൻ വേറെ ആലോചനയായിട്ട് വന്നപ്പോൾ എനിക്കതൊരു വലിയ ആശ്വാസമായി തോന്നി. ശിവ ഇതൊക്കെ കേൾക്കുമ്പോൾ ഉള്ളിൽ ആദ്യേ രഘുവരനെ ഓർത്ത് കടുത്ത ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. ഞാൻ സംസാരിക്കുന്ന കൂടിപ്പോയോ? എനിക്കങ്ങനെ കാര്യങ്ങൾ പങ്കുവെക്കാൻ ആരുമില്ല. അതുകൊണ്ട് സംസാരിക്കാൻ ഒരാളെ കിട്ടിയപ്പോൾ അറിയാതെ കുറച്ച് കൂടിപ്പോയതാ. അവളുടെ ആ നിഷ്കളങ്കമായ വാക്കുകൾ ശിവയുടെ ഉള്ളിൽ നോവായി പടർന്നു. ശിവ സാവധാനം എഴുന്നേറ്റ് ആളുടെ അരിയിലേക്ക് നടന്നു. അവന്റെ കൈകൾ പതുക്കെ അവളുടെ മുഖത്തേക്ക് നീണ്ടു. ഹരിണി അല്പം ഒന്ന് പതറിയെങ്കിലും അവൻ അവളുടെ മുഖം കയ്യിലെടുത്തു. അവന്റെ കണ്ണുകളിലെ തീക്ഷ്ണത കണ്ട് അവൾ വീണ്ടും വിറക്കാൻ തുടങ്ങി. ശിവ ശാന്തമായി എന്നാൽ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, എന്നോടല്ലാതെ ഇനി വേറെ ആരോട് അടിപ്പെണ്ണെ നീ സംസാരിക്കുക. നിനക്ക് എന്നോട് എന്ത് വേണമെങ്കിലും തുറന്നു പറയാം. ആളുടെ വിറയൽ കണ്ട് ശിവ പെട്ടെന്ന് കൈപ്പിൻ വിളിച്ചു. എന്നിട്ടൊന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ പേടിക്കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോ ഒന്നും ചെയ്യില്ല. നിനക്ക് കല്യാണത്തിന്റെ ക്ഷീണമൊക്കെ കാണുമല്ലോ, നീ പോയി സമാധാനമായിട്ട് ഉറങ്ങിക്കോ. ശിവ പെട്ടെന്ന് അവളുടെ കൈകളിലേക്ക് എടുത്ത് തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി. അപ്രതീക്ഷിതമായ നീക്കം കണ്ട് അവൾ ഞെട്ടിപ്പോയി. ആളൊന്ന് കുതിരാൻ നോക്കിയതും ശിവ അവളെ മുറുകെ പിടിച്ചുകൊണ്ട് താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു, അടങ്ങി കിടക്ക് പെണ്ണയോടെ. ആൾ മെല്ലെ ശാന്തയായി. ഭയവും അമ്പരപ്പും മനസ്സിലുണ്ടെങ്കിലും അവന്റെ നെഞ്ചിന്റെ ചൂടിൽ കിടന്നപ്പോൾ ആൾക്കൊരു സുരക്ഷാബോധം തോന്നി. ആൾ മെല്ലെ കണ്ണുകൾ അടച്ചു. രാവിലെ സൂര്യപ്രകാശം മുറിയിലേക്ക് അരിച്ചെത്തിയപ്പോൾ ഹരിണി പതിയെ കണ്ണുകൾ തുറന്നു. ശിവന്റെ നെഞ്ചിൽ തലവെച്ച് കിടക്കുന്ന കണ്ടപ്പോൾ അവൾക്ക് നാണം തോന്നി. അവന്റെ കൈകൾ തന്റെ ഇടുപ്പിൽ മുറുകെ പിടിച്ചിരിക്കുന്ന കണ്ടപ്പോൾ അവൾ അല്പം ഒന്ന് വിറച്ചുപോയി. പതുക്കെ അവന്റെ പിടിയിൽ നിന്ന് വഴുതി മാറി ഒച്ചയുണ്ടാക്കാതെ അവൾ എഴുന്നേറ്റ് താഴേക്ക് ഇറങ്ങി. താഴെ ഹാളിൽ രഘുവരനും ആദ്യം ഗൗരവത്തിൽ സംസാരിച്ചു നിൽക്കുകയായിരുന്നു. ഹരിണിയെ കണ്ടതും അവരുടെ സംസാരം പെട്ടെന്ന് നിലച്ചു. അവൾ അവരെ നോക്കിയെന്ന് ചിരിച്ച് അടുക്കളയിലേക്ക് നടന്നുപോയി. ആൾ പോയി കഴിഞ്ഞതും ആദ്യ അസ്വസ്ഥതയോടെ പറഞ്ഞു, അച്ഛാ, ഇന്നലെ രാത്രി അവൻ എന്തെങ്കിലും ചെയ്തു കാണോ? ആദിയുടെ ശബ്ദത്തിൽ ദേഷ്യവും സംശയവും കലർന്നിരുന്നു. രഘുരൻ സിഗരറ്റ് ഊറ്റി ആശ്രയിൽ അണച്ചുകൊണ്ട് പുച്ഛത്തോടെ ചിരിച്ചു. ഏയ്, നീ പേടിക്കണ്ട ആദി, നമ്മൾ ഇന്നലെ അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ. ആദി മുഷ്ടി ചുരുട്ടിപ്പിടിച്ചു. എങ്കിലും വെച്ചാ ഒരു സംശയം, അവൻ അവളോട് അടുക്കാൻ ശ്രമിച്ച? അവളെപ്പോലൊരു സുന്ദരിയായ പെണ്ണിനെ ഒറ്റക്കിട്ടിട്ട് അവനൊന്നും ചെയ്യാതിരിക്കുമോ? നടന്നാ തന്നെ എന്താടാ, 6 മാസത്തെ കാര്യമേ ഉള്ളൂ, വിട്ടുകളാ. രഘുവരൻ കസേരയിൽ ചാരിന്ന് ക്രൂരമായി ഒന്ന് ചിരിച്ചു. അടുക്കളയിൽ ജോലിക്കാരി ബീനയുണ്ടായിരുന്നു. എന്താ മോളെ നീ ഇങ്ങനെ നിൽക്കുന്നേ? കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ ഒരുങ്ങി നടക്കണം. ഭർത്താവിനെ സന്തോഷിപ്പിക്കുക എന്ന് ഭാര്യയുടെ കടമയാ. നീ കുളിച്ചൊരുങ്ങി അവനെ വിളിച്ച് എഴുന്നേൽപ്പിക്ക്. ഇതൊന്നും പറഞ്ഞുതരാൻ ഇവിടെ പെണ്ണുങ്ങളാരും ഇല്ലല്ലോ. അതുകൊണ്ടാട്ടോ ചേച്ചി പറഞ്ഞു തരുന്നേ. ആ ഒരു ഉപദേശ രൂപേണ പറഞ്ഞു. എനിക്കിതിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല. ബീന ചേച്ചി അവളെ ചേർത്തെത്തിക്കൊണ്ട് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. മോള് പോയി കുളിച്ചൊരുങ്ങി അവന് ചായ കൊണ്ടു കൊടുക്ക്. ആളൊന്നും മിണ്ടാതെ കുളിക്കാനായി ബാത്റൂമിലേക്ക് നടന്നു. കുളി കഴിഞ്ഞ് ഒരു ധാവണി എടുത്തു. ഈറമുടിയിൽ ടവല് ചുറ്റി അവൾ കണ്ണാടിക്കുമ്പിൽ നിന്നു. ഉറക്കമുണർന്ന് കണ്ണു തിരുമിയ ശിവ കണ്ടത് അതീവ സുന്ദരിയായ ഹരിണിയെയാണ്. ഒരു നിമിഷം പോലും ആലോചിക്കാതെ ശിവ വേഗത്തിൽ എഴുന്നേറ്റ് അവളുടെ കൈകളിൽ ബലമായി പിടിച്ച് കട്ടിൽ തന്റെ ദേഹത്തേക്ക് വലിച്ചിട്ടു. ഹരിണി അപ്രതീക്ഷിതമായി അവന്റെ നെഞ്ചിലേക്ക് വീണു. അവളുടെ ശരീരം ശിവയുടെ ദേഹത്ത് അമർന്നു. ധാവണിക്കിടയിലൂടെ അവളുടെ നഗ്നമായ വയറിൽ പതുക്കെ തഴുകിക്കൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ അവൻ പറഞ്ഞു, നീ ഇങ്ങനെയൊക്കെ എന്നെ പ്രലോഭിപ്പിച്ചാലേ ആദ്യരാത്രിക്ക് പകരം ആദ്യ പകരം ആഘോഷിക്കേണ്ടി വരില്ലേ? ശിവന്റെ ആ പ്രതീക്ഷിതമായ സ്പർശനം ഹരിണിയുടെ ശരീരത്തിൽ ഒരു മിന്നായം പോലെ വിറയിലുണ്ടാക്കി.
പെട്ടെന്നുണ്ടായ പരിഭ്രമം കൊണ്ട് അവൾ അവനിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട ശിവേട്ട, ഞാൻ അണിഞ്ഞൊരുങ്ങി നിൽക്കണം. ഭർത്താവിനെ സന്തോഷിപ്പിക്കണമെന്നൊക്കെ ബീന ചേച്ചി പറഞ്ഞു കേട്ടപ്പോൾ അറിയാതെ എടുത്തിട്ട് വന്നാ. അവളുടെ വെപ്രാളവും നിഷ്കളങ്കതയും കണ്ടപ്പോൾ ശിവന്റെ ഉള്ളിൽ ചിരി പൊട്ടി. ശിവ ഒരു കുസൃതി ചിരിയോടെ അവൾ അടിമുടി നോക്കിക്കൊണ്ട് ചോദിച്ചു, അത് മാത്രാണോ, അതോ വേറെയും വല്ല പാഠങ്ങളും ബീന ചേച്ചി പറഞ്ഞു തന്നിട്ടുണ്ടോ? ശിവന്റെ നോട്ടത്തിലെ കുസൃതി അവളിൽ വല്ലാത്തൊരു അസ്വസ്ഥയുണ്ടാക്കി. ശിവൻ അവളെ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി ചിരി ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് തുടർന്നു. അല്ല, ഈ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നതൊക്കെ കണ്ടാലേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നുമല്ലോ. അതിനെക്കുറിച്ച് അവരൊന്നും പറഞ്ഞു തന്നില്ലേ? അത് കേട്ടതും അവളുടെ മുഖം നാണം കൊണ്ടും അമ്പരപ്പുകൊണ്ട് ഒരുപോലെ ചുവന്നു. അയ്യോ, എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല ശിവേട്ട, സത്യമായിട്ട് എനിക്കറിയില്ല. അവളുടെ വെപ്രാളം കണ്ടപ്പോൾ ശിവ ചിരിച്ചുപോയി. അവൾക്ക് എങ്ങോട്ടാണ് നോക്കേണ്ടെന്ന് പോലും അറിയാത്ത അവസ്ഥയായി. ശിവന്റെ ചൂടുള്ള ശ്വാസം കഴുത്തിൽ തട്ടിയപ്പോൾ ഹരിണിയൊന്ന് വിറച്ചുപോയി. അവൾക്ക് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. അവളുടെ ഹൃദയമിടിപ്പ് അവളുടെ കാതുകളിൽ തന്നെ കേൾക്കാമായിരുന്നു. അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും ശിവ അവളിലെ പിടി ഒന്നുകൂടി ശക്തമാക്കി. ശിവേട്ട പ്ലീസ്, എനിക്ക് പേടിയാവുന്നു. അവൾ മേലെ പിറുവിറുത്തു. നീയല്ലേ വേണ്ട ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി വന്ന് എന്റെ കൺട്രോള് തെറ്റിച്ച്. ഇന്നലെ ഞാൻ പറഞ്ഞല്ലേ നിനക്ക് പൊരുത്തപ്പെടാൻ കുറച്ച് ദിവസം സമയം തരാമെന്ന്. പക്ഷെ നീ ഇങ്ങനെ ഒരുങ്ങിയ എങ്ങനെയാണ് എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുക? ശിവന്റെ ശബ്ദത്തിൽ അടങ്ങാത്ത ആഗ്രഹത്തിന്റെ കനലുണ്ടായിരുന്നു. ഹരിണിയാകെ വിറച്ചിടക്കുകയായിരുന്നു. ശിവ അവളെ നോക്കിയൊരു കുസൃതി ചിരിയോടെ പറഞ്ഞു, ശരി, കുറച്ചു ദിവസം കൂടി സമയം തരാം. ഇങ്ങനെ വിറച്ച് പേടിപ്പനി പിടിക്കണ്ട. അവന്റെ വാക്കുകൾ കേട്ടതും ഹരിണിക്കൽപ്പ ആശ്വാസമായി. അവൾ വേഗത്തിൽ എഴുന്നേറ്റു. അവളുടെ ധാവണി അലങ്കോലമായി കിടക്കുകയായിരുന്നു. ഹരിണി നാണം കൊണ്ട് വല്ലാതെ തളർന്നുപോയിരുന്നു. ശിവപതി എഴുന്നേറ്റ് അവളുടെ അടുത്ത് വന്നു. വളരെ ശ്രദ്ധയോടെ അവളുടെ ധാവണി പിടിച്ച് നേരെയാക്കി ഇട്ടുകൊടുത്തു. ആ നിമിഷം ശിവന്റെ വിരലുകൾ തട്ടിയപ്പോൾ ഹരിണിയുടെ ശരീരത്തിൽ ഒരു വിറയൽ പടർന്നു. അവൾ നാണത്തോടെ പുറത്തേക്ക് ഇറങ്ങി ഓടി. ഹരിണി ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ ആദിയുടെ കണ്ണുകൾ നീണ്ടത് ഹരിണി അണിഞ്ഞിരുന്ന ധാവണിയുടെ അറ്റത്തൂടെ കാണുന്ന അവളുടെ വയറിലേക്കാണ്. ആ നോട്ടത്തിന്റെ കാഠിന്യം മുറിയുടെ പുറത്തേക്ക് വന്ന് ശിവ ശ്രദ്ധിച്ചു. ശിവ പെട്ടെന്ന് ബാൽക്കണിയിൽ ചെന്ന് ഹരിണിയുടെ കയ്യിൽ പിടിച്ചു. അവൾ അമ്പരം നോക്കുമ്പോഴേക്കും അവനവൾ വലിച്ചു നേരെ മുറിയിലേക്ക് പോയി. മുറിയിലെത്തി വാതിലടച്ചതും ഹരിണി പേടിയോടെ ചോദിച്ചു, എന്താ ശിവേട്ട, എന്താ പറ്റിയത്? ശിവയുടെ കണ്ണുകളിൽ അഗ്നിയായിരുന്നു. അവൻ കടുപ്പത്തിൽ പറഞ്ഞു, ഇനി ഈ വീട്ടിൽ ഇങ്ങനെ ഒരു വേഷം കെട്ടി നീ ആരുടെയും മുമ്പിൽ നിൽക്കണ്ട. എനിക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഹരിണി അമ്പരപ്പോടാൻ നോക്കി നിന്നു. അവൻ അല്പം കൂടി അടുത്ത് നിന്ന് അവളുടെ നഗ്നമായ ഇടുപ്പിൽ അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇതൊക്കെ ഞാൻ മാത്രം കാണേണ്ടതാമോ? വേറെ ആരും ഇതൊന്നും നോക്കുന്നത് എനിക്കിഷ്ടമല്ല. എൻ്റെ പെണ്ണാണ് നീ. അവന്റെ സ്പർശനത്തിലും സംസാരത്തിലും അവളൊന്ന് വിറച്ചുപോയി. ആദി ദേഷ്യത്തോടെ അച്ഛൻ്റെ അടുത്തേക്ക് പോയി. അച്ഛാ, ശിവ അവളെയും കൂടി മുറിയിലേക്ക് പോയിട്ടുണ്ട്. ഇതൊന്നും കാണുമ്പോൾ എനിക്കത്ര ദഹിക്കുന്നില്ല. അഭിനയാണെന്ന് പറഞ്ഞാൽ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാ ഞാൻ കിട്ടേണ്ട പെണ്ണാവള്. ആ, നിന്നെ ഞാൻ കാണാനിരിക്കായിരുന്നു. ജോത്സ്യം വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് 6 മാസം അവർ ഭാര്യയും ഭർത്താവും പോലെ എല്ലാ അർത്ഥത്തിലും ജീവിച്ചാലേ ആ ജാതകദോഷം മാറിയുള്ളൂ എന്നാ. അവരെ ഇനി അകറ്റി നിർത്തിയ വിധി നടക്കില്ല. അവള് ശിവനുമായിട്ട് എല്ലാ അർത്ഥത്തിലും ഒന്നാവട്ടെ. രഘുവന്റെ വാക്കുകൾ ആദ്യനുള്ളിൽ തീ കോരിയിട്ടു. അവൻ ദേഷ്യം കൊണ്ട് വിറച്ചു. മേശപ്പുറത്ത് നിന്ന് ഷോപ്പ് പീസ് അടിച്ചുടച്ചു. അച്ഛൻ എന്തൊക്കെ ഈ പറയുന്നേ? എന്നെക്കൊണ്ട് ഇതൊന്നും സഹിക്കാൻ കഴിയില്ല ചാ. രഘുവരൻ ആദിയുടെ അടുത്തേക്ക് നടന്നു വന്ന് വളരെ ശാന്തനായി പറഞ്ഞു, എടാ ആദി, നീയൊന്ന് ക്ഷമിക്ക്. നീയൊന്ന് ആലോചിച്ച് നോക്ക്. നീ എത്ര പെൺപിള്ളേരുടെ കൂടെ കിടന്നിട്ടുണ്ട്. നിന്റെ പെണ്ണ് കേസ് തീർക്കാൻ തന്നെ എനിക്ക് സമയം കിട്ടുന്നില്ല. നീയാണോ ഇപ്പൊ ഇതിന്റെ പേരിൽ ഇത്ര വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്? ആദ്യം ഒന്ന് തണുത്തു. എങ്കിലും ഉള്ളിൽ അസൂയയുടെ കനൽ എരിഞ്ഞടങ്ങിക്കൊണ്ടേയിരുന്നു. ശിവൻ അരിണിയെ തൊടുന്ന് ആലോചിച്ചപ്പോൾ തന്നെ അവന് വല്ലാത്ത ദേഷ്യം വന്നു. കുറച്ചു സമയത്തിന് ശേഷം രഘുവരൻ ശിവനെ വിളിച്ചു. ശിവ, ജോത്സ്യൻ അല്പം വിളിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ഈ ജാതകദോഷം പൂർണ്ണമായിട്ട് മാറണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവും പോലെ എല്ലാ അർത്ഥത്തിലും ഒന്നിച്ച് ജീവിക്കണമെന്നാ. അതുകൊണ്ട് ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നു കളഞ്ഞേക്ക്. നിങ്ങൾ തമ്മിൽ ശാരീരികമായ അകലം പാലിക്കേണ്ടതില്ല. ഇത് കേട്ട ശിവ പൂച്ചത്തോടും ചിരിച്ചു. അവൻ ആദ്യം രഘുവരനെയും മാറി മാറി നോക്കി പറഞ്ഞു, ഇതൊന്നും നമ്മളുണ്ടാക്കിയ കോൺട്രാക്റ്റിൽ പറഞ്ഞിരുന്നില്ലല്ലോ. രഘുവരൻ പരിക്കൻ സ്വരത്തിൽ മറുപടി നൽകി, നിനക്ക് വേണമെങ്കിൽ കാശ് കുറച്ചധികം തരാം. പിന്നെ ഇതിൽ നിനക്ക് ലാഭം മാത്രമേ ഉള്ളൂ. ഹരിണിയെ പോലെ സുന്ദരിയായ ഒരു പെണ്ണിന്റെ കൂടെ കുറച്ചു കാലം കിടക്കാം. അതൊക്കെ ഒരു ഭാഗ്യല്ലടാ. പിന്നെന്താ പ്രശ്നം? ശിവന്ന് ചിരിച്ചുകൊണ്ട് ആദ്യം നേരെ നോക്കി പറഞ്ഞു, കാശൊന്നും എനിക്ക് കൂടുതൽ വേണ്ട. നിങ്ങൾ പറഞ്ഞ് ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തോളാം. ആദിക്ക് ദേഷ്യാസൂയ അടക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവനത് പുറമേ കാണിച്ചില്ല.
കുറച്ചു കഴിഞ്ഞതും ശിവ അരിണിയെയും കൂട്ടി പുറത്തേക്ക് പോകാൻ ഒരുങ്ങി. മുറ്റത്ത് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്ന ശിവയെയും അവനോടൊപ്പം സന്തോഷത്തോടെ പോകുന്ന അരിണിയെയും കണ്ടപ്പോൾ ആദിയുടെ ഉള്ളിൽ പകയെരിഞ്ഞു. എങ്ങോട്ടോ? ആദി ചോദിച്ചു. അവന്റെ ശബ്ദത്തിൽ അടക്കാനാവാത്ത ദേഷ്യമുണ്ടായിരുന്നു. ശിവ തിരിഞ്ഞെന്നൊരു ചെറിയ ചിരിയോടെ പറഞ്ഞു, പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം. അത് കേട്ടതും ആദിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അരിണിയുടെ മുമ്പിൽ വെച്ച് ഒന്നും പറയാൻ പറ്റാത്തതുകൊണ്ടാവും മൗനം പാലിച്ചു. ശിവ അരിണിയുടെ കൈ പിടിച്ച് ബുള്ളറ്റിൽ കയറ്റിയിരുത്തി. അവൾ ശിവയുടെ തോളിൽ ചേർന്നിരിക്കുന്ന കണ്ടപ്പോൾ ആദിയുടെ നിയന്ത്രണം വിട്ടു പോവുകയായിരുന്നു. ശിവ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് ആവേശത്തോടെ ഗിയർ മാറ്റി മുറ്റെന്നും പുറത്തേക്ക് കുതിച്ചു. അവൻ ദേഷ്യം കൊണ്ട് പല്ലിയടിച്ചുകൊണ്ട് സ്വയം പറഞ്ഞു, കറങ്ങിക്കോ, നിനക്ക് കുറച്ചു ദിവസം കൂടി കറങ്ങാം, 6 മാസം. അത് കഴിയുമ്പോൾ നിന്റെ കറക്കം ഞാൻ അവസാനിപ്പിക്കും. തിരികെ വന്ന് ശിവയുടെ അമ്മാവൻ ചോദിച്ചു, ഇത് വേറൊരു കോൺട്രാക്റ്റാ, നീ എന്തിനാ അവളെയും കൂട്ടി കറങ്ങാനും മറ്റൊക്കെ നിൽക്കുന്നത്? ശിവ ഒരു പുഞ്ചിരിയോടെ മറുപടി നൽകി. അരിണിക്ക് പുറത്തു പോകണമെന്നൊരു ആഗ്രഹം പറഞ്ഞു. കോൺട്രാക്റ്റ് ആണെങ്കിലും ഈ 6 മാസം അവളെൻ്റെ ഭാര്യയാണ്. ആൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമല്ലേ? അല്ലാതെ വീട്ടിൽ പൂട്ടിയിട്ട് അവൾക്ക് സംശയം തോന്നില്ലേ? അത് നമ്മുടെ പ്ലാനിനെ തന്നെ ബാധിക്കില്ലേ? അവൻ പറഞ്ഞ കാര്യങ്ങൾ യുക്തിക്ക് നിരക്കുന്നതാണ് സമ്മതിക്കാതിരിക്കാൻ രഘുവനെ കഴിഞ്ഞില്ല. പക്ഷേ ശിവയുടെ ഓരോ നീക്കവും ഇപ്പോൾ രഘുവനെ അലോസരപ്പെടുത്തുന്നുണ്ടായിരുന്നു. നീ അമിതമായിട്ട് ഇടപെടേണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞു, അത് ശ്രദ്ധിച്ചോളണം, രഘുവരൻ താക്കീതിന്റെ സ്വരത്തിൽ പറഞ്ഞു. ശിവ ഒരു ചെറിയ ചിരിയോടെ തലയാട്ടി അകത്തേക്ക് നടന്നു. പിറ്റേന്ന് രാവിലെ കുളി കഴിഞ്ഞിറങ്ങിയ ഹരിണി കണ്ണാടിക്കൊമ്പിൽ നിന്ന് സിന്ദൂരം തൊട്ടപ്പോൾ ശിവ നിശബ്ദമായി പുറകിലൂടെ വന്ന് അവളുടെ അരക്കെട്ടിൽ ചുറ്റിപ്പിടിച്ചു. അവളുടെ നനഞ്ഞ മുടികളിൽ നിന്ന് ഉയരുന്ന സുഗന്ധം അവനിൽ ആസക്തി ഉണർത്തി. എന്റെ പെണ്ണേ, നീ ഇങ്ങനെ എന്റെ മുന്നിൽ വന്നാലേ അധിക ദിവസം എനിക്ക് പിടിച്ചേക്കാൻ കഴിയില്ല കേട്ടോ. ശിവ അവളുടെ കഴുത്തിൽ മുഖം അമർത്തിക്കൊണ്ട് മന്ത്രിച്ചു. ഹരിണിയൊന്ന് ഞെട്ടിപ്പോയി. ശിവ അവളുടെ മുഖമേലെ തന്റെ കൈകളിലേക്ക് എടുത്തു. കണ്ണുകളിൽ പ്രണയവും തീവ്രതയും നിറച്ച് അവൻ അവളുടെ അത്തരങ്ങൾ ആഴത്തിൽ സ്വന്തമാക്കി. ആദ്യമായി അറിഞ്ഞ ആ ചുംബനത്തിന്റെ തീവ്രതയിൽ ഹരിണി വല്ലാതെ പിടഞ്ഞുപോയി. ആവേശത്തിൽ അവളുടെ നെറ്റിയിലെ കുങ്കുമവും സിന്ദൂരവും പടർന്ന് ശിവയുടെ കവിളുകളിലായി. അവളുടെ കൺമഷി കലങ്ങി ശിവയുടെ മുഖത്ത് പറ്റിപ്പിടിച്ചു. ദീർഘനേരത്തിന് ശേഷം അവൻ പിന്മാറിയപ്പോൾ ഹരിണി നാണത്തോടെ താഴേക്ക് നോക്കി നിന്നു. ശിവ ഇപ്പോഴും അവളിലെ പിടിവിട്ടിരുന്നില്ല. വീട്ടിൽ ശിവേട്ടാ, ഇപ്പൊ തന്നെ ഒരുപാട് നേരമായി. ഞാൻ പതിവായി രാവിലെ നേരത്തെ താഴേക്ക് പോന്ന, ഇന്ന് കുറെ വൈകിപ്പോയി. എല്ലാവരും എന്ത് വിചാരിക്കും? അവളുടെ പരിഭ്രമം കണ്ടതും ശിവ അവളൊന്നുകൂടി ഇറുക്കി പിടിച്ചു. എന്ത് വിചാരിക്കാൻ? ഞാൻ നിന്റെ ഭർത്താവല്ലേ അമ്മു, പിന്നെ നിന്നെത്ര പേടിക്കുന്നു? അവരെന്ത് വിചാരിച്ചാലും എനിക്കൊരു വിഷയമല്ല. ശിവയുടെ വാക്കുകളിൽ അലിഞ്ഞുപോയ ഹരിണി ഒന്ന് നിശബ്ദയായി. പെട്ടെന്നാണ് ആദ്യ വാതിൽ തുറന്നുകൊണ്ട് മുറിയിലേക്ക് ഇരച്ചു കയറിയത്. അവനെ കണ്ടതും അവൾ നാണത്തോടെ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി. കൺമഷിയും കുങ്കുമവും കലർന്ന ശിവന്റെ മുഖവും ശിവന്റെ പിടിയിൽ നിന്ന് നാണം കൊണ്ട് ഓടിപ്പോകുന്ന ഹരിണിയും അവനെ പ്രകോപിപ്പിച്ചു. ആദിയുടെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു. ശിവ ഒരു തരി പോലും പതരാതെ അല്പം കടുപ്പത്തിൽ ആദിയോട് ചോദിച്ചു, ഒരു ബെഡ്റൂമിലേക്ക് കയറി വരുമ്പോൾ ഒന്ന് തട്ടേണ്ടത് ബേസിക് മാനേഴ്സ് ആണെന്ന് അറിയില്ലേ? പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാരുടെ മുറിയിലേക്ക്. ആദ്യ അലറി, ഇതൊരു കോൺട്രാക്ട് മാരേജ് ആണ്, നീ മറക്കേണ്ട ശിവ. ശിവ ആദ്യമൊന്ന് വട്ടുപിടിക്കാൻ അലക്ഷ്യമായി നടുനിർത്തിക്കൊണ്ട് പറഞ്ഞു, കോൺട്രാക്ട് ആണെങ്കിൽ എന്താ, എല്ലാ അർത്ഥത്തിലും അവളിപ്പോ എന്റെ ഭാര്യയല്ലേ. അപ്പൊ ഞങ്ങൾക്ക് പ്രൈവസി വേണ്ടേ? ഇന്നലെ രാത്രി ഞാൻ ഒട്ടും ഉറങ്ങിയിട്ടില്ല, അതിന്റെ നല്ല ക്ഷീണമുണ്ട്. അവൻ ആദ്യം തന്നെ നോക്കിക്കൊണ്ടൊരു കള്ളച്ചിരിയോടെ മുഖത്തെ കൺമഷിയും ചുണ്ടിലെ കുങ്കുമവും എല്ലാം തുടച്ചു. ശിവയുടെ ആ വെല്ലുവിളി നിറഞ്ഞ നോട്ടം ആദിയുടെ പകയെ വീണ്ടും വർദ്ധിപ്പിച്ചു. ആദി ദേഷ്യത്തോടെ ചോദിച്ചു, നിനക്ക് ജോലിയും കൂലിയൊന്നുമില്ലേ? എപ്പോഴും ഇവിടെയും കെട്ടിപ്പിടിച്ച് ഇവിടെ തന്നെ ഇരിക്കുന്ന എന്തിനാ? ഇപ്പൊ എന്റെ ജോലി ഇവിടെയല്ലേ, അവളുടെ ഭർത്താവായിട്ട് അഭിനയിക്കുക. പിന്നെ ജോത്സ്യം പറഞ്ഞ പോലെ എല്ലാ അർത്ഥത്തിലും അവളെ എന്റെ ഭാര്യയാക്കുക. അങ്ങനെ കുറെ ജോലികൾ എനിക്കിവിടെ ഉണ്ടല്ലോ. ആദി ശിവയുടെ അടുത്തേക്ക് ദേഷ്യത്തോടെ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാ, അവള് ഗർഭിണിയാവാൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അത് ഞങ്ങളുടെ പദ്ധതികളെ പാടെ തകർക്കും. ആദിയുടെ വാക്കുകൾ കേട്ട ശിവ ഒരു പരിഹാസ്യയോടെ മറുപടി നൽകി, ഇന്നലെ ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല, അതൊക്കെ ആ സമയത്ത് എങ്ങനെ ഓർക്കാന്, അതൊരു ഫ്ലോയിൽ അങ്ങനെ സംഭവിച്ചു പോയതല്ലേ. ശിവയുടെ ആ മറുപടി കേട്ടതും ആദിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ഇനി പോലും ശ്രദ്ധിച്ചോണം, ഇല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാം, നിനക്ക് ആ സമയത്ത് ഞങ്ങളുടെ മുറിയിൽ വന്ന് നോക്കാനൊന്നും പറ്റില്ലല്ലോ. ശിവയുടെ മറുപടി കേട്ടതും ആദി ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഹരിണി ശിവയോട് വല്ലാതെ അടുത്തു. ഇടയ്ക്കിടക്ക് ശിവ അവളെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങാൻ പോകും. ഇത് കാണുമ്പോൾ രഘുവരന്റെയും ആദിയുടെയും മുഖം ചുളിയുമെങ്കിലും ആൾക്ക് സംശയം തോന്നാതിരിക്കാൻ അവർ നിശബ്ദത പാലിച്ചു. ഒരു ദിവസം രാത്രി എല്ലാവരും ഉറങ്ങിയതിനു ശേഷം ശിവ ഹരിണിയെയും കൂട്ടി നഗരത്തിന്റെ ബഹളങ്ങളിൽ നിന്ന് ഏറെ ദൂരെയുള്ള ഒരു വിജനമായ സ്ഥലത്തെത്തി. അവിടെ നിബിഡമായ വനത്തിന് നടുവിൽ തെളിനീരുള്ള ഒരു തടാകത്തിന്റെ തീരത്ത്
മനോഹരമായ കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ കോട്ടേജ് ഉണ്ടായിരുന്നു. ആ സ്ഥലം തന്നെ ഒരു മാന്ത്രിക ലോകം പോലെയായിരുന്നു. കോട്ടേജിന്റെ മുന്നിലെ വലിയ മുറ്റം മുഴുവൻ കാട്ടുപൂക്കൾ വിരിഞ്ഞു കിടക്കുന്നു. തടാകത്തിലെ തെളിഞ്ഞ വെള്ളത്തിൽ ചന്ദ്രപ്രകാശം വന്ന് വീണ് വെള്ളിപ്പരപ്പായി മാറിയിരിക്കുന്നു. കോട്ടേജിന്റെ നടുവിലായി ഒരു വലിയ സ്റ്റോൺ ഫയർ പ്ലേസ്. ആ തീയുടെ ചെറിയ വെളിച്ചം അവരുടെ മുഖത്ത് വീഴുമ്പോൾ പുറത്ത് തടാകത്തിലെ വെള്ളം അലയടിക്കുന്ന ശബ്ദം അവരുടെ പ്രണയത്തിന് താളം പിടിച്ചു. ഹരിണിയുടെ മുടിയിൽ തലോടിക്കൊണ്ട് ശിവ അവളുടെ കണ്ണിലേക്ക് ആഴത്തിൽ നോക്കി. ആ നോട്ടത്തിൽ അവളുടെ ഹൃദയമിടിപ്പ് ക്രമാതീതമായി ഉയർന്നു. അവൻ മെല്ലെ അവളുടെ മുഖം കയ്യിലെടുത്തു. ശ്വാസം അവളുടെ അധരങ്ങളിൽ തട്ടും വിധം അടുത്ത് നിന്ന് ചോദിച്ചു, അമ്മു, ഇനിയും സമയമെടുക്കണോ? ഞാൻ നിന്നെ പൂർണ്ണമായും സ്വന്തമായിക്കോട്ടെ. നിന്റെ മനസ്സും ശരീരവും എൻ്റെ പ്രണയത്തിന് വഴങ്ങാൻ നീ തയ്യാറാണോ? ഹരിണിയൊന്നും പറഞ്ഞില്ല. പകരം അവന്റെ ഷർട്ടിൽ മെല്ലെ പിടിച്ച് അവനിലേക്ക് കൂടുതൽ ചേർന്ന് നിന്നു. ആ നിശബ്ദതയിലെ സമ്മതം ശിവ തിരിച്ചറിഞ്ഞു. അവനവളെ വാരിയെടുത്ത് അടുത്തുണ്ടായിരുന്ന ബെഡിൽ മെല്ലെ കിടത്തി. അവളുടെ നെറ്റിയിലെ കുങ്കുമത്തിൽ ചുംബിച്ചുകൊണ്ട് അവൻ പതിയെ മന്ത്രിച്ചു. നിന്റെ മനസ്സ് സ്വന്തമാക്കിയിട്ട് നിന്റെ ശരീരം സ്വന്തമാക്കിയെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. ഒരപരിചിതന്റെ കൂടെയുള്ള ലവ് മേക്കിംഗ് നിനക്ക് തീരെ കംഫർട്ടബിൾ ആയിരിക്കില്ലെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം ക്ഷമയോടെ കാത്തിരുന്നത്. ഇപ്പൊ നീയും മനസ്സുകൊണ്ട് എന്നോട് ഒരുപാട് അടുത്തു എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിന്നെ സ്വന്തമാക്കുന്നത്. അവന്റെ ഓരോ സ്പർശനവും ഹരിണിയിൽ പുതിയൊരു അനുഭൂതി പടർത്തി. ശിവയുടെ പ്രണയം മൃദുലമായിരുന്നു, അതേസമയം തീവ്രവുമായിരുന്നു. ഹരിണിയുടെ ഓരോ പിടച്ചിലും അവൻ തന്റെ അധരങ്ങൾ കൊണ്ട് ശമിപ്പിച്ചു. ആ തണുത്ത രാത്രിയിലും അവരുടെ പ്രണയത്തിന്റെ ചൂടിൽ ആ മുറി നിറഞ്ഞു. അവരുടെ ശ്വാസങ്ങൾ തമ്മിൽ കെട്ടുപിണഞ്ഞു. പരിപൂർണമായ സമർപ്പണത്തോടെ ഹരിണി ശിവയുടെ പ്രണയത്തിന് കീഴടങ്ങി. പിറ്റേന്ന് രാവിലെ ശിവയുടെ പിടിയിൽ നിന്ന് എഴുന്നേൽക്കാൻ ഹരിണി കഴിഞ്ഞില്ല. അവൻ അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് അത്രമേൽ മുറുക്കെ പിടിച്ചിരുന്നു. അവളുടെ ഓരോ ശ്വാസവും അവൻ അറിയുന്നുണ്ടായിരുന്നു. പതിയെ അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചതും ശിവ തന്റെ കൈകളൊന്നുകൂടി മുറുക്കി അവളെ തന്റെ ശരീരത്തോട് ചേർത്ത് നിർത്തി. കുറച്ചു സമയം കൂടി ഇങ്ങനെ ചേർന്ന് കിടക്കുമോളെ, എന്താണ് നിനക്ക് ഇത്ര തിരക്ക്? നേരെ ഒരുപാട് ശിവേട്ടാ, നമുക്ക് വീട്ടിലേക്ക് പോണ്ടേ? എല്ലാവരും നമ്മൾ അന്വേഷിക്കില്ലേ? ആരോടും പറയാതെ വന്നല്ലേ? ശിവ ഒന്നും കേട്ട പാവം പോലും നടിക്കാതെ വീണ്ടും അവളിലേക്ക് ചാഞ്ഞു. കുറെ നേരത്തിന് ശേഷം വീട്ടിലേക്ക് മടങ്ങി വന്ന ഹരിണിയുടെ മുഖത്ത് അതിതീവ്രമായൊരു പ്രസന്നതയുണ്ടായിരുന്നു. അവളുടെ കണ്ണുകളിലെ തിളക്കവും അല്പം ചുവന്നു കൊടുത്ത കവിളുകളും കഴുത്തിന്റെ വശത്തായി പതിഞ്ഞ പ്രണയമുദ്രകളും വീടിന്റെ ഉമ്മറത്തിരുന്ന ആദി ശ്രദ്ധിച്ചു. അവൻ ദേഷ്യം കടിച്ചമർത്തിയിരിക്കുകയായിരുന്നു. ഹരിണിയെ കണ്ടപ്പോൾ തന്നെ അവളുടെ ശരീരഭാഷയിൽ വന്ന ആ മാറ്റം അവന്റെ നെഞ്ചിലൊരു തീക്കനൽ പോലെ എരിഞ്ഞു. അവളൊന്നും മിണ്ടാതെ തലകുനിച്ചകത്തേക്ക് നടന്നുപോയ നിമിഷം ആദി ശിവയുടെ നേരെ തിരിഞ്ഞു. അവളെ എങ്ങോട്ട് കൊണ്ടുപോയതാ നീ? ആദി ദേഷ്യത്തോടെ ചോദിച്ചു. ശിവ ഒട്ടും പതരാതെ നിസ്സാരഭാഗത്തിൽ തോളുയർത്തി പറഞ്ഞു, ഇന്നലെ രാത്രി ഞങ്ങളൊന്ന് റൊമാൻസ് അടിക്കാൻ പോയതാ. എപ്പോഴും ബെഡ്റൂമിൽ വെച്ചായ ബോറടിക്കില്ലേ, അതുകൊണ്ട് സ്ഥലം മാറ്റി പിടിച്ചതാ. ആദിയുടെ നിയന്ത്രണം വിട്ടു. അവൻ ശിവയുടെ അടുത്തേക്ക് വന്ന് ദേഷ്യത്തോടെ അലറി, നിന്റെ ഈ കളി ഇവിടെ നിർത്തണം. ഇതൊരു കോൺട്രാക്ട് ആണെന്നുള്ള കാര്യം നീ മറക്കരുത്. എല്ലാ അർത്ഥത്തിലും ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കണമെന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അവിടെ കണ്ടെടുത്തോ കൊണ്ടുപോയി ആസ്വദിക്കാൻ ഞാൻ സമ്മതം തന്നിട്ടില്ല. അധികം ഉടക്കാതെ അവൾ എന്റെ കയ്യിലേക്ക് വന്നേക്കണം. നിനക്കുള്ള പണം കിട്ടിക്കഴിഞ്ഞാ നീ ഇവിടുന്ന് പോകാനുള്ളതാ. ശിവ അല്പം മുന്നോട്ട് വന്ന് കടുപ്പത്തോടെ പറഞ്ഞു. എന്റെ കൈകളും ചുണ്ടുകളും തൊടാത്ത ഒരിടവും അവളിലില്ല. ഞാൻ അവളെ അത്രമേൽ അറിഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇനിയുള്ള ദിവസങ്ങളിലും ഞാൻ അവളെ കൂടുതൽ അറിഞ്ഞുകൊണ്ടേയിരിക്കും. ശിവയുടെ വാക്കുകൾ കേട്ട് ആദി ദേഷ്യം കൊണ്ട് വിറച്ചു. പക്ഷെ പ്രശ്നം ഉണ്ടാക്കിയാൽ ഹരിണി അറിയുന്നതുകൊണ്ട് ആദി ദേഷ്യത്തോടെ അകത്തേക്ക് പോയി. അന്നുച്ചക്ക് ശിവ എന്തോ പ്രധാനപ്പെട്ട ആവശ്യത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തു പോയതായിരുന്നു. തലേന്ന് ഉറങ്ങാത്തതിന്റെ തളർച്ച കാരണം ഹരിണി റൂമിലെ ബെഡിൽ കിടന്ന് മയങ്ങിപ്പോയി. ഇതൊരു അവസരമായി കണ്ട ആദി ദേഷ്യവാസൂയം കൊണ്ട് തിളക്കുന്ന മനസ്സുമായി ഹരിണിയുടെ മുറിയിലേക്ക് ചെന്നു. ഇത്രയും നാളും താൻ പുറകെ നടന്നിട്ടും നിഴൽ പോലും തൊടാൻ സമ്മതിക്കാതെ തന്നെ കാണുമ്പോഴെല്ലാം പേടിച്ചോടിയിരുന്ന ഹരിണി ഇന്ന് ശിവയുടെ കൂടെ നാണം കൊണ്ട് മുഖം ചുവപ്പിച്ച് നിൽക്കുന്ന കാഴ്ച അവന് സഹിക്കാൻ പറ്റിയില്ല. അവൻ വാതിൽ പതിയെ തുറന്ന് അകത്തേക്ക് കയറി. ബെഡിൽ ശാന്തമായി ഉറങ്ങുന്ന ഹരിണിയെ കണ്ടപ്പോൾ ആദിക്ക് അവളോട് വല്ലാത്തൊരു ആസക്തി തോന്നി. അവളുടെ കഴുത്തിലും കവിളിലും തെളിഞ്ഞിരിക്കുന്ന ചുവന്ന പാടുകൾ കണ്ടതും ആദിയുടെ ഉള്ളിലെ പക ആളിക്കത്തി. അവൻ ദേഷ്യം കൊണ്ട് വിറച്ചു. ആദി പതുക്കെ അവൾക്കടുത്തേക്ക് ചേർന്ന് കിടന്നു. ശിവയാണെന്ന് കരുതി ഉറക്കത്തിന്റെ മയക്കത്തിൽ ഹരിണിയെന്ന് ചിണുങ്ങിക്കൊണ്ട് ആദിയുടെ നെഞ്ചിലേക്ക് തലയായിച്ചു. ശിവേട്ടാ വന്നോ? എവിടെ പോയതായിരുന്നു? ആൾ ഉറക്കെ ചടവുള്ള ശബ്ദത്തിൽ ചോദിച്ചു. ആ ചൂടും സാമീപ്യവും ശിവയുടേതെല്ലാം തോന്നിയ നിമിഷം ഹരിണി ഞെട്ടിത്തെരിച്ച് എഴുന്നേറ്റു. ആദിയെ കണ്ടതും അവൾ ഭയന്നുപോയി. ആദി നീ എന്താ ഇവിടെ? ആൾ വിറക്കുന്ന സ്വരത്തിൽ ചോദിച്ചു.
ആൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചതും ആദിയോളം മുറുക്കെ പിടിച്ചു. ഇങ്ങനെ കിടന്ന് പിടക്കുന്നതിനാടേ കുറച്ചു സമയം എന്റെ കൂടെ കിടന്ന് വിചാരിച്ച് ആകാശമൊന്നും ഇടിഞ്ഞു വീയില്ല. ആദി പരിഹാസത്തോടെ പറഞ്ഞു. ഹരിണി അലറിക്കൊണ്ട് കുതിരി മാറാൻ ശ്രമിച്ചു. പക്ഷെ ആദിയുടെ പിടി മുറുകിക്കൊണ്ടിരുന്നു. എല്ലാ പെമ്പിളരെയും പോലെയല്ല എനിക്ക് നിന്നോടൊരു വല്ലാത്ത ഹര. ഇത്രയും നാൾ ഒരേ വീട്ടിലുണ്ടായിട്ടും നിന്നെ ഞാൻ തൊട്ടിട്ടുണ്ടോ? ഇല്ല. കാരണം വിവാഹം കഴിഞ്ഞെല്ലാം ഫ്രഷായി തുടങ്ങാൻ തീരെ ഞാൻ വലിയൊരു കാത്തിരിപ്പിലായിരുന്നു. പക്ഷെ അതിനിടയിലെല്ലാം തകിടം മറിഞ്ഞു. ആദിയുടെ ഈ വാക്കിൽ കേട്ട് ഹരിണി അറപ്പോടെയും ഭയത്തോടെയുമാണ് അവനെ നോക്കിയത്. എന്നെ വീട് ആദി പ്ലീസ്, ഹരിണി തേങ്ങിക്കൊണ്ട് അപേക്ഷിച്ചു. നീ കരഞ്ഞാലോ അലറിയാലൊന്നും ഇവിടെ ആരും കേൾക്കാൻ പോകുന്നില്ല. നിന്നെ മറ്റവൻ പുറത്തെവിടെ പോയിരിക്കുക. അതുകൊണ്ട് ഇന്ന് എനിക്ക് തോന്നുക ഞാൻ നിന്നെ ചെയ്യും. ആരും നിന്നെ രക്ഷിക്കാൻ വരില്ല. ആൾ കുതിരാൻ ശ്രമിച്ചു. അവനവളുടെ മുഖത്തേക്ക് ആഞ്ഞൊരു അടി കൊടുത്തു. അടിയിട്ടിയതിന്റെ ആഘാതത്തിൽ ഹരിണിയുടെ തല ഒരു വശത്തേക്ക് ചെരിഞ്ഞു. ചുണ്ടിൽ നിന്ന് രക്തം പൊടിഞ്ഞ് വേദന കൊണ്ട് അവൾ വിങ്ങിപ്പൊട്ടി. അവൾ സർവ്വശക്തിയും എടുത്ത് പിടഞ്ഞു. നീ എത്ര പെടഞ്ഞാലും കാര്യമില്ല ഹരിണി. അവൻ വല്ലാത്തൊരാസക്തിയോടെ അവളെ നോക്കി അവളിലേക്ക് അടുക്കാൻ തുടങ്ങി. പെട്ടെന്ന് ആ മുറിയുടെ വാതിൽ തുറക്കപ്പെട്ടു. അകത്തേക്ക് വന്ന ബീന ചേച്ചി സ്തംഭിച്ചു പോയി. കട്ടിലിൽ ആദിയുടെ കയ്യിൽ കിടന്ന് പിടയുന്ന ഹരിണി, അവളിലേക്ക് ചായാൻ ഒരുങ്ങുന്ന ആദി. ആദി, നീ എന്നീ കാണിക്കുന്നേ? മര്യാദക്ക് അവള് വിട്. ബീന ചേച്ചിയുടെ അലർച്ചയായിട്ട് ആദി ഞെട്ടിത്തിരിഞ്ഞ് നോക്കി. വേലക്കാരുടെ സ്ഥാനത്ത് നിന്നാ മതി, അല്ലാതെ ഇവിടുത്തെ കാര്യങ്ങൾ ഇടപെടാൻ ഇങ്ങോട്ട് വരണ്ട. മനസ്സിലായല്ലോ? അവരൊട്ടും ബദലാതെ അവന് നേരെ നോക്കി പറഞ്ഞു. കൂടിപ്പോയ എന്റെ ജോലി പോവും, അത്രയല്ലേ ഉള്ളൂ. ഒരു പെൺകുട്ടി ഇങ്ങനെ ദ്രോഹിക്കാൻ നിനക്ക് ഒട്ടും നാണില്ലേ ആദി? ഒരു പെൺകുട്ടി ഇങ്ങനെ ബഹുമാനിക്കണമെന്ന് നിനക്ക് അറിയാത്തത് നിന്നെ വളർത്തിയ രീതിയിൽ കുഴപ്പാ. നിന്റെ അച്ഛൻ എല്ലാത്തിനും കൂട്ടാണല്ലോ. നിന്റെ അച്ഛന്റെ ഇതേ സ്വഭാവം കൊണ്ട് തന്നെയാ നിന്റെ അമ്മ മാനമടുത്ത് ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. മര്യാദയ്ക്ക് ഈ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോ, ഇനി ഞാൻ പോലീസിനെ വിളിക്കും. ആദ്യം ആ മുറിയിൽ നിന്ന് ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഹരിണി അപ്പോഴും വിറച്ചുകൊണ്ട് ആ അവസ്ഥയിൽ കിടക്കുകയായിരുന്നു. ബീന ചേച്ചി പതിയെ ഹരിണിയുടെ അടുത്തേക്ക് ചെന്നു. ആശ്വാസവും സങ്കടവും ഒരുപോലെ അനുഭവിച്ച ഹരിണി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബീന ചേച്ചിയുടെ നെഞ്ചിലേക്ക് വീണു. സാരല്ല, വിഷമിക്കാതെ, ഒന്നും സംഭവിച്ചില്ലല്ലോ. ബീന ചേച്ചി അവളുടെ മുടിയിൽ തലകൂടിക്കൊണ്ട് ആശ്വസിപ്പിച്ചു. കുറച്ചു സമയത്തിന് ശേഷം ശിവമുറിയിലേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ച അവന്റെ ഉള്ളുലക്കുന്നതായിരുന്നു. കരഞ്ഞു തളർന്ന ഹരിണി ബീന ചേച്ചിയുടെ മടിയിൽ മുഖം പൊഴുത്തി കിടക്കുകയാണ്. ശിവ പരിഭ്രമത്തോടെ അവൾക്കടുത്തേക്ക് ഓടിയെത്തി. അമ്മു, എന്താടാ ഇത്? എന്താ പറ്റിയത്? ശിവ അവളുടെ മുഖം മെല്ലെ ഉയർത്തി. കരഞ്ഞിറങ്ങിയ കണ്ണുകളും അടിയേറ്റതിന്റെ പാടും ചുണ്ടിലെ മുറിവും കണ്ടതും ശിവയുടെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു. അവന്റെ കണ്ണുകളിൽ അഗ്നി ജ്വലിച്ചു. എന്താ സംഭവിച്ച അമ്മു? എന്നോട് പറ. ശിവയുടെ ശബ്ദം ഇടിമുഴക്കം പോലെ ആ മുറിയിൽ മുഴങ്ങി. ഒന്നും പറയാനാവാതെ ഹരിണി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശിവയുടെ നെഞ്ചിലേക്ക് വീണു. ശിവേട്ട, ഇനി എന്നോട് ഒറ്റക്കാക്കിയിട്ട് എവിടെയും പോകല്ലേ. എനിക്ക് പേടിയാ. എനിക്കിവിടെ നിൽക്കാൻ വയ്യ. നമുക്ക് ഇവിടുന്ന് എങ്ങോട്ടേലും പോവാം. നമുക്കിനി ഇവിടെ നിൽക്കേണ്ട ശിവേട്ട. അവനോളെ ചേർത്ത് പിടിച്ച് നെറുകിൽ ചുംബിച്ചുകൊണ്ട് കൂടുതൽ ദൃഢമായി തന്നെ നെഞ്ചോട് ചേർത്ത് നിർത്തി. അതുവരെ നടന്ന കാര്യങ്ങളെല്ലാം ബീന ചേച്ചി വിശദീകരിച്ചു. സങ്കടവും കുറ്റബോധവും നിറഞ്ഞ സ്വരത്തിൽ അവർ പറഞ്ഞു. സോറി സർ, ഞാൻ അറിയാൻ 2 മിനിറ്റ് വൈകിപ്പോയി. അതാ ഇങ്ങനൊരു സംഭവം നടക്കാൻ കാരണം. എങ്കിലും ഭാഗ്യത്തിന് വലിയ അപകടമൊന്നും സംഭവിക്കാതെ ഞാനിവിടെ സംരക്ഷിച്ചിട്ടുണ്ട്. അവൻ ഹരിണിയുടെ മുഖത്ത് അടയാളങ്ങൾ വീണ്ടും നോക്കി. അവന്റെ കൈകൾ ദേഷ്യം കൊണ്ട് മുറുകി. ശിവാരിണിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആദിയുടെ അടുത്തേക്ക് പോയി. അവന്റെ മുഖത്തൊരു കനത്തടി കൊടുത്ത് ശിവ അലറി. എന്ത് ധൈര്യം ഉണ്ടായിട്ടാ എന്റെ ഭാര്യ നീ തൊട്ട്? ആദി ദേഷ്യം കൊണ്ട് വരച്ചു. ദേഷ്യത്തിന് പുറത്ത് ആദി വിളിച്ചു പറഞ്ഞു. നിന്റെ ഭാര്യയോ? നീ വാടക അഭിനയിക്കാൻ വന്ന ഒരുത്തനാ, അത് നീ മറക്കണ്ട. അത് കേട്ടതും ഹരിണി ഞെട്ടലോടെ ശിവയെ നോക്കി. അവൾ പകച്ചു പോയിരുന്നു. ആദി തുടർന്നു. നീ കൂടുതൽ നോക്കണ്ട ഹരിണി. നിനക്ക് ജാതക ദോഷമുണ്ട്. 2ാം വിവാഹം മാത്രമേ വാഴൂ. ആ ദോഷം തീർക്കാനാ ഇവനെ കൊണ്ട് നിന്നെ കെട്ടിച്ചത്. 6 മാസം കഴിഞ്ഞ് ഇവനങ്ങ് പോവും. പിന്നെ നീ എന്റെ കയ്യിൽ തന്നെയാ വന്നുവിടാൻ പോകുന്നത്. ഇവൻ കാശിന് വേണ്ടി നിന്റെ ഭർത്താവായിട്ട് അഭിനയിക്കാൻ വന്നവനാ, അല്ലാതെ നിന്നുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. ഇവൻ നിന്റെ കൂടെ കിടന്ന പോലും ഞങ്ങൾ പറഞ്ഞിട്ടാ. അത് കേട്ടത് ഹരിണി പകപ്പോടെ ശിവയെ നോക്കി. എന്നാൽ ശിവയുടെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്നാണ് രഘുവരൻ അങ്ങോട്ട് വന്ന്. രഘുവരൻ ആദ്യം ഒന്ന് കടുപ്പിച്ച് നോക്കി. ആദി, മിണ്ടാണ്ടിരിക്കുക. ആദ്യം അച്ഛനെ നോക്കി അലറി. ഇനി എന്തിനാശം മിണ്ടാണ്ടിരിക്കുന്നത്? ഇവളെല്ലാം അറിയട്ടെ. കുറെ കാലായി ഇവർ ഈ ഷോ ഇവിടെ തുടങ്ങിയിട്ട്. കാശിന് വേണ്ടിയിട്ട് അഭിനയിക്കുന്നവരാണ് വലിയ ഭർത്താവ് ജാമയെന്ന്. ആദിയുടെ വാക്കുകൾ ഹരിണിയുടെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചു. ഇതെല്ലാം ഒരു നാടകമാണെന്ന് വെളിപ്പെടുത്തൽ അവളിൽ വലിയൊരു ഷോക്ക് ഉണ്ടാക്കി. അവൾ ശിവയുടെ കൈകളിൽ നിന്ന് പതിയെ മാറാൻ ശ്രമിച്ചു. പക്ഷേ ശിവ ഹരിണിയെ കൂടുതൽ ശക്തിയോടെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ഹരിണി വിറക്കുന്ന സ്വരത്തിൽ ചോദിച്ചു. ശിവേട്ട, ഇവര് പറഞ്ഞിരുന്നതിന് സത്യമുണ്ടോ? ശിവ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ശാന്തമായി പറഞ്ഞു. അമ്മു, നീ അല്പനേരം കൂടി ക്ഷമിക്കുക. എല്ലാത്തിനുള്ള ഉത്തരം ഇപ്പോൾ ലഭിക്കും.
പെട്ടെന്നാണ് പുറത്ത് ടയറിൽ ഉരസുന്ന ശബ്ദത്തോടെ ഒന്നിലധികം കാറുകൾ വന്നിരുന്നു. അപ്രതീക്ഷിതമായ അകത്തേക്ക് കയറുന്ന CBI ഓഫീസർമാരെയും പോലീസുകാരെയും കണ്ട് രഘുവരനും ആദ്യം പകച്ചുപോയി. രഘുവരന്റെ മുഖം വിളറി. ശിവയുടെ ശബ്ദം മുറിയാകെ മുഴങ്ങി. ഇനി കുറച്ചു കാലം ജയിലിൽ പോയി കിടക്കാൻ തയ്യാറായിക്കോ. അരിണിയുടെ അച്ഛനെയും അമ്മയും കൊന്ന കേസില് സ്വത്തിന് വേണ്ടിയാ സ്വന്തം പെങ്ങളൊളിയനാണെന്ന് പോലും നോക്കാതെ നിങ്ങളവരെ കൊന്നത്. നിങ്ങൾ അരിണിയെ കൊല്ലാതെ വിട്ടത് അവളുടെ അച്ഛൻ എഴുതി വെച്ച വിൽപത്രം കാരണ. അവൾക്ക് 25 വയസ്സാവും മാത്രമേ ആ സ്വത്തിന്മേൽ അവകാശമുള്ളൂ. അതിനു മുമ്പ് അവൾ മരിച്ച ആ സ്വത്തെല്ലാം ട്രസ്റ്റിലേക്ക് പോകും. അത് ഭയന്നാ നിങ്ങൾ അവളെ വരുതി നിർത്താൻ നോക്കിയത്. നിങ്ങളുടെ ഈ ക്രൂര സ്വഭാവം മുൻകൂട്ടി കണ്ടിട്ടാവണം അവളുടെ അച്ഛൻ അങ്ങനെ ഒരു വിൽപത്രം തയ്യാറാക്കിയത്. അവൻ ആദിയുടെ നേരെ തിരിഞ്ഞു. പിന്നെ ആദി, നിന്റെ പെണ്ണ് കേസുകളെല്ലാം രജിസ്റ്റർ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നീയും കുറച്ചു കാലം പോയി അകത്ത് കിടക്ക്. ആദി ഭയന്ന് രഘുവരനെ നോക്കി. അയാൾക്ക് മിണ്ടാൻ പോലും കഴിഞ്ഞില്ല. ആദി വിറക്കുന്ന സ്വരത്തിൽ പറഞ്ഞു, നീ വെറൊരു വാടക ഭർത്താവായിട്ട് അഭിനയിക്കാൻ വന്നവനല്ലേ? ശിവ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആര് പറഞ്ഞു ഞാൻ അഭിനയിച്ചാണെന്ന്? അരിണിയെ സംരക്ഷിക്കാൻ എനിക്കൊരു കവചം വേണമായിരുന്നു. അതുകൊണ്ടാ ഞാൻ വേഷം കിട്ടിയത്. അരിണിയെ എങ്ങനെയെങ്കിലും നിങ്ങളുടെ പിടിയിൽ നിന്ന് രക്ഷിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവളെ കാണാൻ പോലും എനിക്ക് അവസരം ലഭിച്ചില്ല. കോളേജിൽ കൊണ്ടുപോയിരുന്നെല്ലാം നിങ്ങൾ ഒരു കീ കൊടുത്ത പാവയെ പോലെ അവൾ നിങ്ങൾ വളർത്തി. നിങ്ങൾ ജാതകത്തിൽ അന്ധമായി വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയായിരുന്നു. ആ ജോത്സ്യന് ഞാൻ കുറെ കാശ് വാരിയെറിഞ്ഞപ്പോ ഒരു ജാതകദോഷം അവൾക്കുണ്ടെന്നും ആദ്യം മറ്റൊരു വിവാഹം കഴിപ്പിക്കണമെന്നും അയാൾ നിങ്ങളോട് കള്ളം പറഞ്ഞു. അത് കേട്ട് നിങ്ങൾ ഭയപ്പെട്ടു. അങ്ങനെ നിങ്ങൾ തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കി. നിങ്ങളുടെ മാനേജർക്ക് ഞാൻ പണം നൽകി. അയാളിലൂടെ നിങ്ങൾ എന്നെ തന്നെ വാടക ഭർത്താവായിട്ട് തെരഞ്ഞെടുത്തു. അകത്തേക്ക് വന്നൊരു ഓഫീസർ തന്റെ സഹപ്രവർത്തകനോട് പതിയെ പറഞ്ഞു, ആരാ സാറേ ഇയാള്? ഈ ഒരു കേസിന് വേണ്ടിയിട്ട് ഇത്രയും ഓഫീസേഴ്സ് ഇൻവോൾവ് ആയത് എന്തിനാ? അദ്ദേഹം താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു, ഇയാൾ വേറെ ആരുമില്ല, കാശി ഗ്രൂപ്പ്സ് ഓഫ് ഇൻഡസ്ട്രീസിന്റെ ഉടമ കാശിനാഥനാ. ഇദ്ദേഹത്തിന് വലിയ പൊളിറ്റിക്കൽ പവർ ഉണ്ട്. ഇദ്ദേഹത്തിന്റെ കമ്പനിയുടെ ബ്രാഞ്ചുകൾ ഇവിടേക്ക് എത്രത്തോളം ഉണ്ടെന്ന് കണക്കൂലാർക്കും വൃത്തിയായിട്ട് അറിയില്ല. സ്വാധീനവും പൊളിറ്റിക്കൽ പവർ ഉപയോഗിച്ചാ അത് ഈ പഴയ കേസ് വേണ്ടി ഇപ്പോൾ റീവോപ്പൺ ചെയ്തത്. അവൻ വീണ്ടും രഘുവിനെ നേരെ തിരിഞ്ഞു. നിങ്ങൾ അനാഥമാക്കിയത് അരിണിയെ മാത്രമല്ല, എന്നെ കൂടിയാ. ഓർമ്മയുണ്ടോ? അരിണിയുടെ അച്ഛന്റെ സഹോദരന്റെ മകനെ, അത് ഞാനാ, കാശിനാഥൻ. അമേരിക്കയിലായിരുന്ന എനിക്കും അമ്മയ്ക്കും നാട്ടിൽ വരുമ്പോ സ്വന്തം എന്ന് പറയാൻ ആകെ ഉണ്ടായിരുന്നത് അമ്മാവും മാത്രമായിരുന്നു. കുട്ടിക്കാലത്ത് വെക്കേഷൻ നാട്ടിൽ വരുമ്പോഴൊക്കെ അരിണിയുടെ അമ്മാവനെ കൂടെ ഞങ്ങൾ സമയം ചെലവഴിച്ചിരുന്നു. അമ്മാവ് മരിച്ചതിന് ശേഷം ഞങ്ങൾ നാട്ടിലേക്ക് വരാതെയായി. ആദ്യം അതൊരു അപകട മരണമാണെന്നാണ് ഞങ്ങൾ കരുതിയത്. വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ തിരിച്ചെത്തിയപ്പോ അമ്മാവന്റെ സുഹൃത്തു വഴിയാ അതൊരു ആസൂത്രിതമായ കൊലപാതകമായിരുന്നെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. അവന്റെ കണ്ണുകളിൽ പകയും വേദനയും തിളങ്ങി. അവൻ അരിണിയെ നോക്കി. ശേഷം രഘുവിന്റെ നേരെ തിരിഞ്ഞു. കാശിയുടെ പെണ്ണാണ് അരിണിയെന്ന് അമ്മാവൻ ചെറുപ്പത്തിലെ പറയാറുണ്ടായിരുന്നു. ഞാൻ അന്നോട്ടെ അവളെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന. ഞാൻ വളർന്നപ്പോ അവളോടുള്ള ഇഷ്ടം വളർന്നു. അതുകൊണ്ടാ ഞാൻ ഇങ്ങനൊരു പ്ലാൻ ഉണ്ടാക്കിയത്. ഇത്രയും ദിവസം ഞാൻ കാത്തിരുന്നു. അരിണി എന്നെ മനസ്സോടൊന്ന് സ്നേഹിക്കുന്ന നിമിഷത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ നിയന്ത്രണത്തിൽ ഒരു കീ കൊടുത്ത പാവപ്പോലുള്ള അവളെ നിങ്ങൾക്ക് എളുപ്പത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാമായിരുന്നു. അതിനുപരി നിങ്ങളുടെ ചെയ്തികൾക്കെതിരെയുള്ള കൃത്യമായ തെളിവുകൾ കൂടി എനിക്ക് ശേഖരിക്കണമായിരുന്നു. ആ തെളിവുകൾ ഇന്ന് എൻ്റെ കൈവശമുണ്ട്. ഇനി ഒരിക്കലും അവളുടെ ജീവിതത്തിൽ നിങ്ങളുടെ നിഴൽ പോലും വീഴില്ല. പിന്നെ ബീന ചേച്ചി, അതെൻ്റെ ആളാ. എൻ്റെ നിർദ്ദേശപ്രകാരം ബീന ചേച്ചി ഈ വീട്ടിൽ ജോലിക്കാരിയായി വന്ന് അരിണിയെ നിങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനും അവളുടെ വിവരങ്ങൾ എനിക്ക് അറിയാനും വേണ്ടിയായിരുന്നു അത്. അവന്റെ വാക്കുകൾ കേട്ട് അരിണി അമ്പരപ്പോടെയും അതിലേറെ സ്നേഹത്തോടെയും അവരെ നോക്കി നിന്നു. പോലീസുകാർ അവരെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ആ മുറിയിൽ നീതി നടപ്പിലായതിന്റെ ആശ്വാസം നിറഞ്ഞു നിന്നു. എല്ലാവരും പോയതിനു ശേഷം അരിണി കാശിനാഥന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി പൊട്ടിക്കരഞ്ഞു. കാശി അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു, സാറില്ല അമ്മ, എല്ലാം കഴിഞ്ഞില്ലേ? ഇനി നിന്നെ വേദനിപ്പിക്കാൻ ആരും വരില്ല. അരിണി വിങ്ങിപ്പൊട്ടിക്കൊണ്ട് ചോദിച്ചു, എന്റെ അച്ഛനെ അമ്മയെ കൊന്ന് ആരാണ്? അവനാളെ സാന്ത്വനിപ്പിച്ചു. അതേ അമ്മ, നീ കേട്ടൊക്കെ സത്യ. സ്വത്തിനോടുള്ള ആർത്തിയിൽ അയാൾ ചെയ്താണത്. പിന്നെ അവർക്ക് സംശയം തോന്നാതിരിക്കാനാ ഞാൻ പേര് മാറ്റി പറഞ്ഞു. ഇനി നീ എന്നെ കാശിയേട്ടാന്ന് വിളിച്ചാൽ മതി. അരിണി പതുക്കെ തലയുയർത്തി അവനെ നോക്കി. എൻ്റെ മനസ്സിലെവിടെ ആ പഴയ കാശിയേട്ടൻ്റെ ഓർമ്മകളുണ്ട്. മുഖം എനിക്ക് ശരിക്കും ഓർമ്മയില്ല. തീരെ ചെറുതിൽ കണ്ടല്ലേ. പക്ഷെ ഇടയ്ക്കിടെ ഞാൻ ഓർക്കാറുണ്ട്. കാശിയേട്ടൻ ഇപ്പം എവിടെയായിരിക്കുന്നു? എപ്പോഴെങ്കിലും എന്നെ കാണാമെന്നുണ്ടായിരുന്നോ? കാശി വേദനയോടെ പുഞ്ചിരിച്ചു. നിന്നെ അവർ ഞങ്ങളിൽ നിന്ന് അത്രത്തോളം അകറ്റിപ്പിടിച്ചാണ് വളർത്തിയത്. അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തി നാട്ടിൽ സെറ്റിലായ ശേഷം നിന്നെ കാണാൻ ഇടയ്ക്ക് നിന്റെ കോളേജിലൊക്കെ വരാറുണ്ടായിരുന്നു. പക്ഷേ നീ എപ്പോഴും അവരുടെ നിരീക്ഷണത്തിലായിരുന്നു. നീ വരുന്നതും പോകുന്നില്ല അവർ തന്നെ നിയന്ത്രിച്ചു. അതുകൊണ്ടാണ് നിന്റെ അടുത്തേക്ക് എത്താൻ ഞാൻ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കിയത്. അവൻ അവളുടെ കൈകൾ ചേർത്ത് പിടിച്ച് തുടർന്നു. നിന്റെ അടുത്ത് ഞാൻ എത്തുന്നതിന് മുമ്പ് തന്നെ ബീന ചേച്ചി വഴി നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ടായിരുന്നു.
നിന്റെ സംരക്ഷണം ഉറപ്പാക്കാൻ വേണ്ടി എന്ത് വില കൊടുത്തും എന്ത് വേഷം കെട്ടാനും ഞാൻ തയ്യാറായിരുന്നു. ഹരിണിയുടെ നെറ്റിയിൽ മുത്തമിട്ടുകൊണ്ട് കാശി അല്പം കൂടി അടുത്തേറി നിന്ന് പറഞ്ഞു, അമ്മു എന്നുള്ള പേര് നിന്റെ അച്ഛനും അമ്മയല്ലാതെ അന്നൊക്കെ വിളിച്ചിരുന്നത് ഞാനായിരുന്നു. നിന്നെ ഒന്നുകൂടി ആ പേര് വിളിക്കുന്ന എൻ്റെ ഉള്ളിൽ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്നൊരു ദിവസം ചാടിക്കയറി നിന്നെ ഞാൻ അമ്മു എന്ന് വിളിച്ചാൽ നിനക്ക് സംശയം തോന്നില്ലേ? അതുകൊണ്ടാണ് നിന്നെ കൊണ്ട് തന്നെ ആ പേര് പറയിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചത്. ഹരിണി പതുക്കെ അവനെ നോക്കി. കാശിയേട്ടാ, ഇതെല്ലാം നേരത്തെ എന്നോട് തുറന്നു പറയായിരുന്നില്ലേ? അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ എൻ്റെ കയ്യിൽ ശക്തമായ തെളിവുകൾ വേണമായിരുന്നു. പിന്നെ നിന്റെ മനസ്സിൽ എന്നുള്ള സ്നേഹവും വിശ്വാസവും തനിയെ വളരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അവരിൽ നിന്ന് നിന്നെ മോചിപ്പിക്കുക മാത്രമല്ല, നിന്റെ മനസ്സിൽ എനിക്കൊരു ഇടം കണ്ടെത്തുകൂടി വേണമായിരുന്നു. ഇപ്പൊ നീ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് നിന്റെ ഓരോ നോട്ടത്തിലും വാക്കിലും ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഹരിണിയുടെ കണ്ണുകളിൽ പ്രണയം നിറഞ്ഞു. തനിക്ക് വേണ്ടി ഇത്രയും വലിയൊരു സാഹസത്തിന് തുനിഞ്ഞ ഒപ്പം ഒത്തിരി പ്രണയം സൂക്ഷിച്ച കാശിയുടെ മനസ്സ് അവൾക്ക് അത്ഭുതമായി തോന്നി. കാശി അവളെ ചേർത്ത് പിടിച്ച് പറഞ്ഞു, ഇനി ഒന്നിനെയും പേടിക്കണ്ട. ഇന്നലകളിൽ നീ അനുഭവിച്ച ഇരുട്ടിന് പകരമായി നാളെയുടെ വെളിച്ചം നമ്മൾ ഒരുമിച്ച് കാണും. വീട്ടിലെൻ്റെ അമ്മ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. അവളുടെ അരികിൽ കാശിയേട്ടനുള്ളപ്പോൾ പഴയ നിഷ്കളങ്കമായ ബാല്യകാലം വീണ്ടും തിരിച്ചു വന്ന പോലെ ഹരിണിക്ക് തോന്നി. ഇനി ഭയത്തിന്റെ നിഴലുകൾക്ക് അവളുടെ മനസ്സിൽ സ്ഥാനമില്ലായിരുന്നു. പകരം അവരുടേതായ പുതിയൊരു ജീവിതത്തിന്റെ തുടക്കം അവിടെ ഉണ്ടായിരുന്നു.